തന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന അപൂർവ രോഗത്തിന് കീഴടങ്ങാതെ സ്വന്തം സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത മാന്യനായ ചെറുപ്പക്കാരൻ. ഈ സീസണിന്റെ തുടക്കത്തിൽ അധികം ആരുടെയും ടോപ്പ് 5 പ്രഡിക്ഷൻസിൽ ഉൾപ്പെടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ. ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യം കാണാൻ ചതിക്കുന്ന, നുണ പറയുന്ന, തമ്മിലടിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളൊന്നും അർജുനില്ല. പവർ റൂമിന്റെ ഭാഗമായിരിക്കുമ്പോൾ ജാൻമണിക്ക് ചായ നിഷേധിച്ചു. റസ്മിനും ജിൻഡോയും തമ്മിൽ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കിച്ചൺ വേസ്റ്റുകൾ മുഴുവൻ ലിവിംഗ് റൂമിൽ വിതറിയിട്ടോളൂ എന്ന് ആഹ്വാനം ചെയ്തു. അതുപോലെ കളിക്കിടയിൽ നന്ദനയെ മറിച്ചിട്ടു. ഇങ്ങനെ വിരലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അർജുന്റെ ഭാഗത്ത് നിന്ന് ഈ 100 ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ളത്. ഇവ മാറ്റിവെച്ചാൽ കുതുകാൽ വെട്ടുന്നവൻ, ഏഷണിക്കാരൻ, നുണ പറയുന്നവൻ, മണ്ടൻ, പിന്നിൽ നിന്ന് കുത്തുന്നവൻ, ഇങ്ങനെയുള്ള ചീത്തപ്പേരുകൾക്കൊന്നും അർജുനെ തൊടാനേ സാധിച്ചിട്ടില്ല. തന്റെ മുന്നിൽ വരുന്ന ടാസ്കുകൾ, അതിപ്പോൾ അഭിനയമാണെങ്കിലും ശാരീരിക ക്ഷമത ആവശ്യമുള്ള ടാസ്കുകളാണെങ്കിലും ബുദ്ധിപരമായി നേരിടേണ്ട ടാസ്കുകളാണെങ്കിലും അർജുന്റെ 100% കൊടുത്തിരിക്കും. അർജുൻ ജാൻമണി ആയപ്പോഴും നോറയായപ്പോഴും ജനലക്ഷങ്ങൾ അർജുന്റെ വേഷപകർച്ചയിൽ മതിമറന്ന് കൈയടിച്ചു. ഷോയുടെ മധ്യത്തോടടുക്കുമ്പോൾ ശ്രീതു എന്ന തമിഴ് പെൺകുടിയുമായുള്ള കോംബോ കൗമാരക്കാർക്കിടയിൽ ഒരു തരംഗമായി. ഷോയുടെ ഒരു ഘട്ടത്തിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ജാബ്രി കോംബോ ഷോയ്ക്ക് തന്നെ അപമാനമായി മാറിയപ്പോൾ ശ്രീതുവിന്റെയും അർജുന്റെയും ശ്രീജുൻ കോംബോ യുവാക്കളുടെ ഹരമായി മാറി. ജാബ്രി കോംബോയുടെ കെട്ടിപ്പിടുത്തവും ഉമ്മവെക്കലുമെല്ലാം ഷോയ്ക്ക് ഒരുപാട് പഴികൾ നേടിക്കൊടുത്തപ്പോൾ ശ്രീജുൻ കോംബോയുടെ ഒരു നോട്ടം പോലും ദശലക്ഷങ്ങൾ കാണുന്ന റീൽസുകളായി മാറി. ഷോയുടെ ഒരു ഘട്ടത്തിലും കോപാഗ്നിയിൽ ഉറഞ്ഞുതുള്ളുന്ന ഒരു അർജുനെ ആരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുൻ കുടുംബ പ്രേക്ഷകർക്കുള്ളിൽ നല്ല വ്യക്തിത്വമുള്ള മാന്യനായ നമ്മ വീട്ടു പയ്യനായി. തന്റെ ജീവിതകഥ പറയുന്ന ടാസ്കിൽ സ്വന്തം ശരീരത്തെ ബാധിച്ച അപൂർവ രോഗത്തെപ്പറ്റി തുറന്നു പറഞ്ഞപ്പോഴും ബിഗ് ബോസിന്റെ അവസാന ഘട്ടത്തിൽ മിറർ ടാസ്കിൽ കണ്ണാടിക്ക് മുന്നിൽ സ്വന്തം പ്രതിബിംബത്തെ നോക്കി ഉള്ളു തുറന്നപ്പോഴും മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ബിഗ് ബോസിന്റെ ഒരു കൂട്ടം നല്ലവരായ ജനങ്ങൾ അർജുനോടൊപ്പം കണ്ണീരണിഞ്ഞു. കഠിനമായ ജീവിത പ്രതിസന്ധികളിലൊന്നും തളരാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്ന, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ടോപ്പ് 5 എത്തി നിൽക്കുന്ന അർജുന് മെൽബ ടോക്സിന്റെ അഭിവാദ്യങ്ങൾ.